ശ്രീഭദ്രകാളി ദേവി വാഴും മണ്ണിൽ ചെമ്പൂരം ദേവി കൺ തുറന്നു കാവിൽ തന്നാ. ഭക്തജനങ്ങളെ, പുണ്യപുരാതന ക്ഷേത്രങ്ങളിൽ പുകൾപ്പെട്ട നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഇളമ്പാറയിലെ കുനിത്തില ശ്രീ ഭഗവതി ക്ഷേത്രം പ്രതിഷ്ഠാദിനവും തിറമഹോത്സവവും 2025 മാർച്ച് 28-29 തീയതികളിൽ ഭക്ത്യാദരപൂർവ്വം കൊണ്ടാടുകയാണ്. മുഴുവൻ ഭക്തജനങ്ങളെയും ഭക്ത്യാദരപൂർവ്വം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു ഇളമ്പാറ കുനിത്തില ശ്രീ ഭഗവതി ക്ഷേത്ര തിരുസന്നിധിയിൽ. 2025 മാർച്ച് 28 വെള്ളിയാഴ്ച രാവിലെ 8 മണി മുതൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഇടവല്ലത്ത് പുടയൂർ കുബേരൻ നമ്പൂതിരിപ്പാടിന്റെ മഹനീയ കാർമ്മികത്വത്തിൽ ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ പ്രതിഷ്ഠാദിനവും മഹാഗണപതി ഹോമവും നടക്കും. ഉച്ചയ്ക്ക് 12 മണി മുതൽ ക്ഷേത്ര തിരുസന്നിധിയിലെത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും ദേവീപ്രസാദമായ അന്നദാനവും നൽകും. മുഴുവൻ ഭക്തജനങ്ങളെയും ഞങ്ങൾ ഭക്ത്യാദരപൂർവ്വം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു പുണ്യപുരാതനമായ ഇളമ്പാറ കുനിത്തില ശ്രീ ഭഗവതി ക്ഷേത്ര പ്രതിഷ്ഠാദിന തിറമഹോത്സവ സന്നിധിയിലേക്ക്. ശ്രീഭദ്രകാളി ദേവി വാഴും മണ്ണിൽ ചെമ്പൂരം ദേവി കൺ തുറന്നു കാവിൽ തന്നാരോ താളം. പെണ്ണ് പൊന്നണിഞ്ഞു ചൂടി വാടാമല്ലി മുത്തോളം. ഭക്തജനങ്ങളെ, മാനവ മനസ്സിന്റെ മണ്ണിമുറ്റത്ത് മഹനീയ പാരമ്പര്യത്തിന്റെ കിടാവിളക്കായി ജ്വലിച്ചു നിൽക്കുന്ന ആത്മാവിന്റെ അനശ്വര ദൈവങ്ങളാണ് അമ്മ ദൈവങ്ങൾ. ഓരോ ദേശത്തിനും ഓരോ ഭാഷയ്ക്കും പര്യായ പദങ്ങളായി അപരിമേയമായ അത്തരം ദേവിമാരിൽ തെക്കേ മലബാറിന് വരദാനമായി കിട്ടിയ ആദി പരമ്പൊരുളാണ് ഇളമ്പാറ കുനിത്തില ശ്രീ കൊടുങ്ങല്ലൂർ ഭഗവതി. കോലത്തുനാടിന്റെ ചരിത്രത്തിൽ ആരാധനാലയങ്ങൾ ചെലുത്തുന്ന സ്വാധീനം സർവവ്യാപിയാണ്. രാജാധികാരം സംരക്ഷിക്കാനും ശത്രുജയത്തിനും ആഭൽ നിവാരണത്തിനും ധനദാന സമൃദ്ധിക്കുമെല്ലാം ആരാധനാലയങ്ങൾ അഥവാ ദേവസങ്കേതങ്ങൾ ആശ്രയ സ്ഥാനങ്ങളായി കരുതി പോകുന്നു. ആലയം, കൂലകം, നല്ലമ്പലം, കാവ്, കോട്ടം, ഇടം, വടം, വാതിൽമാടം, ഗോപുരം, കുത്തരങ്ങ്, വാട്ടമറ്റടിസ്ഥാനങ്ങൾ, വീട്ടിനു കന്നിരാശി എന്നിങ്ങനെ തോറ്റമ്പാട്ടിൽ പരശുരാമ കൽപ്പിതമായ ആരാധനാലയങ്ങളെ വകതിരിച്ചിരിക്കുന്നു. ആ കൂട്ടത്തിൽ ശ്രീ കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ നിറചൈതന്യം വിളമ്പിത്തൂകുന്ന ഇളമ്പാറ കുനിത്തില ശ്രീ ഭഗവതി ക്ഷേത്രം പ്രതിഷ്ഠാദിന തിറമഹോത്സവം 2025 മാർച്ച് 28-29 തീയതികളിൽ ഭക്ത്യാദരപൂർവ്വം കൊണ്ടാടുകയാണ്. മുഴുവൻ ഭക്തജനങ്ങളെയും ക്ഷണിക്കുന്നു, ഭക്ത്യാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇളമ്പാറ കുനിത്തില ശ്രീ ഭഗവതി ക്ഷേത്ര തിരുസന്നിധിയിലേക്ക്. പ്രതിഷ്ഠാദിന തിറമഹോത്സവത്തിന്റെ 1ാം സുദിനം ഉച്ചയ്ക്ക് 2 മണിക്ക് തുമ്പക്കതിർ കൊടുമുടിയിൽ അമ്പിള്ളിക്കരവും നാഗവണ്ണവും ചൂടി തൃക്കരം രണ്ടിലും പള്ളിവില്ലും വമ്പൻ ചുരുകിയുമേന്തി ഇരുനാഗത്തളയിട്ട തൃപ്പാദങ്ങളിൽ വിഷമുഖരിതമായ നടനചാരുതയോടെ ക്ഷേത്രമുറ്റത്ത് മുത്തപ്പനെ മലയിറക്കിൽ നടത്തി. വൈകുന്നേരം 3 മണി മുതൽ 4:30 വരെ ഇളമ്പാറ ശ്രീ ഭഗവതി ക്ഷേത്ര നാരായണീയ സമിതി അവതരിപ്പിക്കുന്ന നാരായണീയ പാരായണം. തുടർന്ന് വൈകുന്നേരം 4:30 എന്നെ കണ്ടാൽ നിങ്ങൾക്ക് മതിവരില്ല, നിങ്ങളെ കണ്ടാലോ എനിക്ക് മതിവരില്ല എന്ന ലളിത വാചാലത്തിലൂടെ ജനഹൃദയങ്ങളിൽ കൂടുകൂട്ടിയ ഭഗവാൻ ശ്രീ മുത്തപ്പൻ വെള്ളാട്ടം തിരുസന്നിധിയിൽ നൃത്തമാടി ഭക്തമനസ്സുകൾക്ക് അനുഗ്രഹം. തുടർന്ന് രാത്രി 7 മണിക്ക് ഗുളികൻ വെള്ളാട്ടം അരങ്ങിലെത്തും. രാത്രി 9 മണിക്ക് ഘണ്ടകർണൻ വെള്ളാട്ടം ക്ഷേത്രനടയിൽ നിറഞ്ഞാടും. രാത്രി 9:30 കലാ ആസ്വാദകർക്കായി ക്ഷേത്രം മാതൃസമിതിയും പ്രദേശവാസികളും ഒത്തുചേർന്നൊരുക്കുന്ന മെഗാ തിരുവാതിരയും കൈകൊട്ടിക്കളിയും അരങ്ങേറും. തുടർന്ന് രാത്രി 10 മണിക്ക് കുടിച്ചെഴുന്നള്ളത്തും മുതുകലശൻ വരവും നടക്കും. രാത്രി 11 മണിക്ക് മണത്തല നീലക്കരിങ്കാളി ഭഗവതിയുടെ വെള്ളാട്ടം ക്ഷേത്രനടയിൽ നിറഞ്ഞാടി ഭക്തമനസ്സുകൾക്ക് അനുഗ്രഹ സുഹൃതം നൽകും. ചെമ്പട്ടു ചുറ്റി ആടി കളിക്കണ കാണാ.
ഭക്തജനങ്ങളെ, പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ രണ്ടാം സുദിനം പുലർച്ചെ 2 മണിക്ക് ശ്രീ മഹാദേവന്റെ ഇടത്തെ തൃക്കാൽ പെരുവിരലിൽ പൊട്ടിപ്പിളർന്നുണ്ടായ അനർദ്ധകാരിയും ശുപ്രസാദിയുമായ പുറങ്കാലൻ തിരുവടികൾ കരിങ്കാലൻ തിരുവടികളായ ഗുളികദേവന്റെ പുറപ്പാട് നടക്കും. തുടർന്ന് ഗുളികദേവന്റെ തമർപ്പണവും നടക്കും. പുലർച്ചെ 4 മണിക്ക് ഭഗവാൻ പരമശിവന്റെ കഴുത്തിൽ ജനിച്ച് ഭദ്രകാളിയുടെ വസൂരിവേദമാക്കാൻ ചെവിയിലൂടെ പുറത്തേക്ക് വന്ന ശിവന്റെ ഭൂതഗണത്തിൽ അംശമായ ഗണ്ഡകർണൻ ദൈവത്തിന്റെ പുറപ്പാട് നടക്കും. തുടർന്ന് രാവിലെ 7 മണിക്ക് ആദിപരാശക്തിയുടെ ഗുരുരൂപമായി ശ്രീ ഭദ്രകാളി കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ കൊടുങ്ങല്ലൂർ ഭഗവതിക്കൊപ്പം കുടിയിരിക്കുന്ന ദേവിയായ വസൂരിമാല ഭഗവതിയുടെ തിരുപ്പുറപ്പാട് നടക്കും. തുടർന്ന് രാവിലെ 10:30 ശ്രീ പരമശിവന്റെ തൃക്കണ്ണിൽ നിന്നും ഭൂതജാതനായ അസുരകുലാന്തിക മണത്തണ നീലക്കരിങ്കാളി ദൈവത്തിന്റെ തിരുപ്പുറപ്പാട് നടക്കും. തുടർന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ക്ഷേത്രമുറ്റത്ത് പന്തങ്ങൾക്കും വിളക്കുകൾക്കും സമീപം മഞ്ഞളും ചുണ്ണാമ്പും ചേർത്തുണ്ടാക്കിയ നിണം നിറച്ച ഉരുളികൾ ഒരുക്കി വസൂരിമാല ഭഗവതിയുടെ ഗുരുതി സമർപ്പണം നടക്കും. പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്ര തിരുമുറ്റത്തെത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും ദേവീ പ്രസാദമായ അന്നദാന വിതരണവും നടക്കും. പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ട് 2025 മാർച്ച് 30 ഞായറാഴ്ച കൊടുങ്ങല്ലൂർ ഭഗവതിക്കാവ് ക്ഷേത്ര മഹോത്സവത്തിന്റെ യാത്ര മാർച്ച് 30 രാവിലെ 7 മണിക്ക് ക്ഷേത്ര തിരുസന്നിധിയിൽ നിന്നും പുറപ്പെടും. മുഴുവൻ ഭക്തജനങ്ങളെയും ഞങ്ങൾ ഭക്ത്യാദരപൂർവ്വം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. എളമ്പാറ കുനിത്തല ശ്രീ ഭഗവതി ക്ഷേത്ര പ്രതിഷ്ഠാദിന തിറമഹോത്സവ സന്നിധിയിലേക്ക്. ദേവി വാഴും